ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല ഉത്സവത്തോടനുബന്ധിച്ചുള്ള വൈവിധ്യമായ കുത്തിയോട്ട ചടങ്ങ് നടന്നു. 607 ബാലന്മാർ കുത്തിയോട്ട ചടങ്ങിൽ പങ്കെടുത്തു. ദേവിക്ക് കാപ്പുകെട്ടി കുടിയിരുത്തിയതിന്റെ 3-ാം നാളിൽ ആരംഭിച്ച കുത്തിയോട്ട ചടങ്ങിനാണ് പരിസമാപ്തിയായത്. രാത്രി 9:45 ദേവിയുടെ കാപ്പഴിക്കുന്നതോടെ ആറ്റുകാൽ ഉത്സവത്തിന് സമാപനമാകും. ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഈറനണിഞ്ഞ് ദേവിയെ വണങ്ങി വ്രതമാരംഭിച്ച് ദേവീദാസന്മാരായ കുത്തിയോട്ട ബാലന്മാരുടെ പുണ്യനിമിഷമാണിത്. പ്രാർത്ഥനാ നിർഭരമായി മാതാപിതാക്കളോടൊപ്പം അവർ ക്ഷേത്രത്തിലേക്കെത്തി. കിരീടം വെച്ച് അണിഞ്ഞൊരുങ്ങി ദേവിയുടെ മുൻപിലെത്തി ചൂരൽ കുത്തി. മഹിഷാസുരമർദ്ദിനി ദേവിയുടെ മുറിവേറ്റ ഭടന്മാരാണ് കുത്തിയോട്ട ബാലന്മാരെന്നതാണ് സങ്കല്പം. വ്രതശുദ്ധിയോടെ ക്ഷേത്രാങ്കണത്തിൽ തങ്ങി 7 ദിവസം കൊണ്ട് 1008 നമസ്കാരങ്ങൾ പൂർത്തിയാക്കിയവർക്ക് ദേവിയുടെ ആശീർവാദം ലഭിക്കുമെന്നാണ് വിശ്വാസം. വിവിധ കലാരൂപങ്ങളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയോടെ മണക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്തിന് കുത്തിയോട്ട ബാലന്മാർ അകമ്പടി സേവിച്ചു. ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ദേവി തിരികെ എത്തുന്നതിന് മുൻപായി കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രത്തിലെത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.